ആദ്യമായി പരീക്ഷ എഴുതാൻ പരീക്ഷ ഹാളിൽ പോകുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സോടു കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ അരി കഴുകിയ വെള്ളം നമുക്ക് ചെടിക്ക് ഒഴിക്കാൻ ആവശ്യമുണ്ട് കേട്ടോ. മണി പ്ലാന്റിന് ഒഴിച്ചാൽ നന്നായിട്ട് ഗ്രോത്ത് വയ്ക്കും. അത് കാരണം അതങ്ങോട്ട് മാറ്റി വെച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫുൾ മിനി വ്ലോഗ് ഞാൻ ചെയ്യുന്നത്. ഒരു ദിവസത്തെ മൊത്തം കാര്യവും വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് അല്ലാതെ ഉള്ളത്. ഇങ്ങനെ ലഞ്ചിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ പാവയ്ക്ക തോരൻ വെക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കറിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് കറിയാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിന് മീതെ ഞാൻ ചുമന്നുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളി ഇട്ട് ഇഞ്ചി ചതച്ചതിട്ടു. അതിനുശേഷം ഒരു തക്കാളി ഇട്ടു, വടക്കംപുളി അതിനകത്തിട്ടു. അതിനുശേഷമാണ് പൊടികൾ ഓരോന്നും ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ഞാനത് സെറ്റാക്കി. അതിനുശേഷം മീനിട്ടു. തിളച്ചതിന് ശേഷമാണ് മീൻ ഇടുന്നത് കേട്ടോ. എന്നൊക്കെ ഞാൻ പാവയ്ക്ക തോരൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ കണ്ടെയ്നേഴ്സിലോട്ടൊക്കെ മാറ്റി വെക്കുമ്പം എന്തോ ഒരു സ്പെഷ്യൽ തൃപ്തി പോലാണ്. പിന്നെ പാൻ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടി വെള്ളം ഒഴിച്ച് പാൻ കഴുകാൻ പാടില്ല. മീൻ കറി സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. മീൻകറി കറിച്ചട്ടിയിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്. പക്ഷേ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാനത് ബൗളിലേക്ക് മാറ്റുവാണ്. കൗണ്ടർ ടോപ്പൊക്കെ അപ്പം തന്നെ തുടച്ചങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ ഒരു ജോലി അതോടുകൂടി കഴിയും. ഇല്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങ് മെസ്സായി കിടക്കും. നമ്മൾ ഫുഡ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനെടുത്ത് ഇരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് എണീറ്റ് പോയി ഒരു ജോലി ചെയ്യാമെന്ന് നോക്കുമ്പോൾ മനസ്സിനൊരു എന്തോ പോലെ കുറച്ചൊരു ടയർഡ്നെസ്സോ ഒരു മടിയോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അത് കാരണമാണ് ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് ഈ ജോലി മൊത്തം ചെയ്ത് തീർത്തിട്ട് കിച്ചണിൽ നിന്ന് ഞാൻ പുറത്ത് ചാടുന്നത്. അപ്പോഴത്തേക്കിനും എൻ്റെ മടിയും മാറും, പിന്നെ എനിക്ക് കുറച്ച് സമയവും കിട്ടും. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അരി കഴുകിയ വെള്ളം ചെടിക്കൊഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.